നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിലും പാലക്കാടും ഇന്ന് പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ആളുകളിൽ വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിന്റെ തുടർച്ചയായി ഇന്ന് വീണ്ടും പ്രകമ്പനം അനുഭവപ്പെട്ടത്. ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിന്റെ തുടർച്ചയായി ഇന്ന് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂചലനം ഏതാനും സെക്കൻഡുകളോളം നീണ്ടുനിന്നു. തുടർ ചലനങ്ങളുടെ കാരണം മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൈനിംഗ്, ജിയോളജി ഉദ്യോഗസ്ഥർ ഇന്നലെ പരിസരങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കാരണം കണ്ടെത്താനായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനാണ് ജിയോളജി വകുപ്പിന്റെ തീരുമാനം. ഇന്ന് പുലർച്ചെ 3:55 ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ മുഴക്കം കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലക്കാട് ജില്ലയിലെ തൃത്താല, തിരുമറ്റിക്കോട്, അതുപോലെ ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനം ഉണ്ടായി. വീടുകളിൽ വലിയ വിള്ളലുകളടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂചലനത്തിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായെങ്കിൽ അടുത്ത വില്ലേജ് ഓഫീസിൽ ഉടൻ വിവരം അറിയിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ഭൂചലനം ഉണ്ടായത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിക്ടർ സ്കെയിലിൽ ഇന്നലെ ഭൂചലനം 3 തീവ്രത രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ തുടർ പരിശോധനകളും ഉണ്ടാകും. ഭൂമിയിലെ ഫലക ചലനമാണിത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭയക്കേണ്ടതില്ലെന്നും മുൻപും ഇത്തരം ചലനം ഉണ്ടായിട്ടുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രതയായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 8:15 തൃശൂരും പാലക്കാടും ഭൂചലനം അനുഭവപ്പെട്ടത്. തൃശൂരിൽ ഗുരുവായൂർ, കുന്തംകുളം, ചൊവ്വന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്നലെ നേരിയ ചലനമുണ്ടായത്. പാലക്കാട് തിരുമിറ്റക്കോടാണ് ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ ഉണ്ടായപ്പോൾ ഭൂരിഭാഗം പേർക്കും ചലനം അനുഭവപ്പെട്ടിരുന്നു. പുലർച്ചെയുണ്ടായ ചലനം പലരും അറിഞ്ഞിരുന്നില്ല. പരസ്പരം പറഞ്ഞാണ് ഭൂചലനം ഉണ്ടായത് ഭൂരിഭാഗം പേരും അറിഞ്ഞത്. പാവറട്ടി, വെൺമീനാടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുറിക്കുള്ളിൽ ഇരുന്നവർക്ക് കസേരകൾ ഇളകുന്നതായി തോന്നിയെന്നും അടുക്കളയിലെ പാത്രങ്ങൾ ഇളകിയതായും നാട്ടുകാർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഭൂചലനത്തിൽ പാലക്കാട് ജില്ലയിൽ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.